കാശില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ഒരു ചികിത്സയും നിഷേധിക്കേണ്ടി വരില്ല. നല്ല രീതിയിലുള്ള ചികിത്സ ഫലപ്രദമായി നടത്തിക്കൊണ്ട് അവരുടെ രോഗമുക്തി നേടാനുള്ള പ്രയത്നമാണ് നടത്തുന്നത്. ഈ നാട്ടിലെ നിർധനരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരും എന്ന ഉറപ്പാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ആയിരങ്ങൾക്ക് ആശ്രയമായിരുന്ന പാവങ്ങളുടെ ഡോക്ടറെ ആരോഗ്യവകുപ്പ് സ്ഥലം മാറ്റിയത് മലപ്പുറത്ത് നിന്ന് താമരശ്ശേരിയിലേക്ക്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ സർജനായിരുന്ന ഡോക്ടർ അജേഷ് രാജന് സേവനം തുടരാൻ സൗകര്യമൊരുക്കി ഓർക്കിഡ് മെഡിസിറ്റി. സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ചാണ് ജനകീയ ഡോക്ടറായ ഡോക്ടർ അജേഷ് രാജൻ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് സർജനുമായി മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റിയിൽ ചാർജ് എടുത്തത്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ സർജനായിരുന്ന ഡോക്ടർ അജേഷ് രാജൻ ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയമായിരുന്നു. പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ ചികിത്സ തേടി ദിനേന നൂറുകണക്കിന് രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷൻ നടത്തിയത് ഡോക്ടർ അജേഷ് രാജനായിരുന്നു. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നടന്ന സർജറി ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതലായി ആശ്രയിച്ചിരുന്ന ഡോക്ടർ അജേഷ് രാജ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ സർജറികൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ അകാരണമായി സ്ഥലം മാറ്റിയ ആരോഗ്യവകുപ്പ് അധികൃതർ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് ഇല്ലാതാക്കിയതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഹെർണിയ, ക്യാൻസർ സർജറി ഉൾപ്പെടെ ചെയ്തു നൽകി സാധാരണക്കാർക്ക് ആശ്വാസം പകർന്നിരുന്ന ഡോക്ടർ അജേഷ് രാജന്റെ സേവനം ഇനിയും മലപ്പുറത്തുകാർക്ക് ലഭിക്കും. കനത്ത മഴയിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറുടെ ക്യാബിൻ ഉൾപ്പെടെ തകർന്നു വീണത് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നിരാകരിച്ച ആരോഗ്യവകുപ്പ് ഇദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയാണ് തങ്ങളുടെ കടമ പൂർത്തിയാക്കിയത്. മലപ്പുറത്തു നിന്നുള്ള സർജറി ആവശ്യമുള്ള രോഗികൾ ഉൾപ്പെടെ ഡോക്ടറെ നിരന്തരം ബന്ധപ്പെട്ടതോടെ അദ്ദേഹം ഓർക്കിഡ് മെഡിസിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് തന്റെ സഹായ മനസ്കത അറിയിച്ചു. മലപ്പുറത്തുകാർക്ക് ഏറെ പ്രിയങ്കരനായ ഡോക്ടർ അജേഷ് രാജന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓർക്കിഡ് മെഡിസിറ്റിയിലേക്ക് ക്ഷണിച്ചു. മലപ്പുറത്തെ ജനകീയ സർജനായ ഡോക്ടർ അജേഷ് രാജൻ ഇന്നിവിടെ ചാർജ് എടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു സുദിനം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റിയെ ഒരു ജനകീയ സംരംഭമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അർഹരായ രോഗികൾക്ക് എല്ലാ രംഗത്തും ചികിത്സ നൽകിക്കൊണ്ട് അവരെ രോഗമുക്തി നൽകുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാശില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ഒരു ചികിത്സയും നിഷേധിക്കേണ്ടി വരില്ല. നല്ല രീതിയിലുള്ള ചികിത്സ ഫലപ്രദമായി നടത്തിക്കൊണ്ട് അവരുടെ രോഗമുക്തി നേടാനുള്ള പ്രയത്നമാണ് നടത്തുന്നത്. ഓർക്കിഡ് മെഡിസിറ്റിയിൽ പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സർജറി ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും ഡോക്ടർ അജേഷ് രാജിന്റെ മേൽനോട്ടത്തിൽ ഉറപ്പുവരുത്തിയാണ് അദ്ദേഹം സേവനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഓർക്കിഡ് മെഡിസിറ്റിയിൽ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് സർജനുമായാണ് ഡോക്ടർ അജേഷ് രാജൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സർക്കാർ സർവീസിൽ നിന്നും രാജിവെച്ചാണ് ജനകീയ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുത്തത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ചാരിറ്റി ബേസ്ഡ് ആയിട്ട് ഈ നാട്ടിലെ നിർധനരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരും എന്ന ഉറപ്പാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത്. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന അതേ സ്വാതന്ത്ര്യത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾക്ക് ഈ ആശുപത്രിയിലേക്ക് വരാം. അത് ആ ഉറപ്പ് ഉണ്ട് എന്നതാണ്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കാർ ഡോക്ടർ പ്രൈവറ്റ് ആശുപത്രിയുടെ ഭാഗമാവുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത് ആ അർത്ഥത്തിലാണ്. വിദഗ്ധനായ ഒരു സർജനെ മലപ്പുറത്ത് നിന്ന് സ്ഥലം മാറ്റിയ ആരോഗ്യവകുപ്പ് അധികൃതരുടെ നടപടിക്കെതിരെ ശക്തമായ വിമർശനമുയർന്നിരുന്നു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ജനകീയ ഡോക്ടറെ മലപ്പുറത്തേക്ക് തിരികെ എത്തിച്ചത് ആയിരങ്ങൾക്കാണ് ആശ്വാസമാവുന്നത്. ഓർക്കിഡ് മെഡിസിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ അജേഷ് രാജൻ, ഓർക്കിഡ് മെഡിസിറ്റി ഡയറക്ടർമാരായ ഡോക്ടർ അക്ബർ അലി, ഡോക്ടർ ജിബു ഗുരുക്കൾ, സിഇഒ ആൻഡ് ഡയറക്ടർ ഷൈൻ മോഹൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് ലഭിച്ചിരുന്ന എല്ലാ ചികിത്സയും ഡോക്ടർ അജേഷ് രാജിന്റെ നേതൃത്വത്തിൽ ഓർക്കിഡ് മെഡിസിറ്റിയിലും ലഭിക്കുമെന്നതുകൊണ്ട് സാധാരണക്കാരായ രോഗികൾക്ക് ഇത് ഏറെ ആശ്വാസമാണ്. ചാനൽ 10
മലപ്പുറം. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും